നമസ്കാരം. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോനൗണുകളും അതിൻ്റെ കൈൻഡുകളെ കുറിച്ചുമാണ്. നമുക്ക് 10 തരത്തിലായിട്ട് പ്രോനൗണുകളുണ്ട് ഇംഗ്ലീഷിൽ. പേഴ്സണൽ, പൊസസീവ്, റിഫ്ലെക്സീവ്, എംഫാറ്റിക് ഓർ ഇൻറ്റൻസീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, റിലേറ്റീവ്, റെസിപ്രോക്കൽ ആൻഡ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. ഇതിനകത്ത് ആദ്യത്തേത് പേഴ്സണൽ പ്രൊനൗൺ. ഒരു പ്രൊനൗൺ എന്ന് പറയുന്നത് തന്നെ നൗണിന് പകരമായിട്ട്, ഒരു നൗണിനോ പ്രൊനൗണിനോ പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കോ ഒരു സാധനത്തിനോ പകരമായിട്ട് യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് 3 തരത്തിലുള്ള പേഴ്സൺസ് ഉണ്ട്, അല്ലെങ്കിൽ 3 തരത്തിലായിട്ടാണ് ഇതിനകത്ത് പ്രൊനൗൺസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഒരു സെന്റൻസ് നമ്മൾ പറയുന്ന സമയത്ത് ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നയാൾ അയാളെ തന്നെ വിളിക്കുന്ന പേരാണ് ഐ എന്നുള്ളത്. അപ്പം അയാൾ തുടങ്ങുന്നയാളായതുകൊണ്ട് തന്നെ അയാളെ വിളിക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. അയാൾ ആരോട് സംസാരിക്കുന്നു അയാൾ സെക്കൻഡ് പേഴ്സൺ, യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ആരെക്കുറിച്ച് സംസാരിക്കുന്നു അയാൾ തേർഡ് പേഴ്സണുമായിട്ട് മാറും. അപ്പം ഇതിന് 2 കേസുകൾ കൂടിയുണ്ട്. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പുള്ള വീഡിയോയ്ക്കകത്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ ഒരു നൗണോ പ്രൊനൗണോ ഒരു സെന്റൻസിനകത്ത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു പ്രൊനൗണ് നമ്മൾ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സബ്ജക്റ്റീവ് കേസ് എന്നും, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒബ്ജക്റ്റീവ് കേസ് എന്നും പറയും. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള കേസുകളാണ്, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ഗേവ് ഹിം എ ബുക്ക്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഐ സബ്ജക്റ്റീവ് കേസ്. ഹിം എന്ന് പറയുന്നത് റിസീവ് ചെയ്ത ആളാണ്, അതുകൊണ്ട് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഇൻ ഒബ്ജക്റ്റീവ് കേസ്. അടുത്തത് പൊസസീവ് പ്രൊനൗൺ ആണ്. ഇതൊരാളുടെ സ്വത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളതിനെ കാണിക്കുന്നതിന്, പൊസഷൻ, ഓണർഷിപ്പ് കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്ന പ്രൊനൗണുകളാണ്. ഇതിന് ഒറ്റ കേസേ ഉള്ളൂ, ജനറ്റീവ് കേസ് അല്ലെങ്കിൽ പൊസസീവ് കേസ് എന്ന് നമ്മൾ വിളിക്കുന്ന ജനറ്റീവ് കേസ് മാത്രമാണ് ഇതിനുള്ള കേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. പൊസസീവ് മുതൽ അങ്ങോട്ട് വരുന്ന പ്രൊനൗണുകൾക്ക് സ്ഥാനം തെറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അഡ്ജക്റ്റീവായിട്ട് മാറും, അല്ലെങ്കിൽ വാക്ക് തെറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണോ പ്രൊനൗൺ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ കൂടി ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇത് എൻ്റെ ബാഗാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ എന്നുള്ള വാക്ക് നമ്മൾ ബാഗ് എന്ന് പറയുന്ന വാക്കിന്റെ കൂട്ടത്തിൽ മീനിങ് കൂട്ടിച്ചേർത്ത ഒരു വാക്കായതുകൊണ്ട് അത് അഡ്ജക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ദിസ് ഈസ് മൈ ബാഗ്, അവിടെ മൈ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. അതേസമയം ദിസ് ബാഗ് ഈസ് മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്, മൈൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എൻ്റേത് എന്നുള്ള അർത്ഥത്തിലാണ്. മൈൻ എന്ന് പറയുന്നത് പ്രൊനൗണും മൈ എന്നുള്ളത് അഡ്ജക്റ്റീവുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ബാഗ് ഈസ് ഹിസ്, അവിടെ ഹിസ് എന്നുള്ളത് പ്രൊനൗൺ ആണ്, കാരണം ഒറ്റയ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സെന്റൻസ് നോക്കി, ദിസ് ഈസ് ഹിസ് ബാഗ്. ഹിസ് എന്ന് പറയുന്നുണ്ടെ അവിടെ ബാഗ് എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ, അതിന്റെ കൂടുതൽ മീനിങ്ങിനെ കൂട്ടിച്ചേർക്കാൻ യൂസ് ചെയ്തതായതുകൊണ്ട് അതിനെ നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് റിഫ്ലെക്സീവ് പ്രൊനൗൺ. കുട്ടികൾക്ക് സ്ഥിരമായിട്ട് തെറ്റിപ്പോകുന്നൊരു സാധനമാണ് റിഫ്ലെക്സീവ് പ്രൊനൗണും ഇന്റൻസീവ് പ്രൊനൗണും തമ്മിൽ. ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. റിഫ്ലെക്സീവ് പ്രൊനൗണുകളും ഇന്റൻസീവ് പ്രൊനൗണുകൾക്കകത്തും സെൽഫ് അല്ലെങ്കിൽ സെൽസ് ഫോമുകൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒരു നൗണിന്റെ തൊട്ടുപുറകിൽ വന്നു കഴിഞ്ഞാൽ ഇന്റൻസീവും, അല്ലെങ്കിൽ ഒരു വേർബിന്റെ ശേഷമാണ് വരുന്നതെങ്കിൽ റിഫ്ലെക്സീവ് പ്രൊനൗണുമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മനോജ് മെയ്ഡ് ഹിംസെൽഫ് എ കപ്പ് ഓഫ് ടീ. മനോജ് മെയ്ഡ് ഹിംസെൽഫ്, ഇവിടെ മെയ്ഡ് എന്നുള്ള വേർബിന് ശേഷമാണ് ഹിംസെൽഫ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ആയിട്ടുള്ള മനോജിനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുക, തിരിച്ച് പ്രതിബിംബമായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. സീരത് ബോട്ട് എ ഡ്രസ് ഫോർ ഹെർസെൽഫ്. അവിടെ നമുക്ക് കാണാം, ഇവിടെ ഹെർസെൽഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്ന ആരാണ് വാങ്ങിയത് എന്നുള്ള ആ വ്യക്തിയെ തിരിച്ച് കാണിക്കുക എന്നുള്ള ഫംഗ്ഷനിലാണ്. അതായത് ഇതൊരു ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തായിട്ടാണ് സാധാരണയായിട്ട് റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. അതേസമയം ഇന്റൻസീവ് പ്രൊനൗൺ നമുക്ക് കാണാം, നമിത് ഹിംസെൽഫ് ടോൾഡ് മീ അബൌട്ട് ദ ഇൻസിഡന്റ്. ഇവിടെ നമിത് ഹിംസെൽഫ്,
നമിത്തിനോട് ചേർന്ന് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നൗണിന് തൊട്ട് പുറകിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്ന നമിത് എന്ന് പറഞ്ഞ നൗണിനെ എംഫസൈസ് ചെയ്യുക, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തേനകത്തത് എംഫാറ്റിക് പ്രൊനൗൺ അല്ലെങ്കിൽ ഇന്റൻസിറ്റി, തീവ്രത കാണിക്കാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട്, കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിക്കാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇതിനെ നമ്മൾ ഇന്റൻസീവ് പ്രൊനൗണുകൾ എന്നും പേർ വിളിക്കാറുണ്ട്. ഹി ഹിംസെൽഫ് മെയ്ഡ് എ കപ്പ് ഓഫ് ടീ. അവിടെ ഹിംസെൽഫിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ചെയ്ത വ്യക്തിയെ ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ, ഒന്നിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഇവിടെയും ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണിനും ഒരു ഇതേ കുഴപ്പം തന്നെയുണ്ട്. ഒറ്റയ്ക്ക് യൂസ് ചെയ്താൽ പ്രൊനൗൺ, വേറൊരു നൗണിന്റെ കൂട്ടത്തിൽ ചേർത്താൽ അഡ്ജക്റ്റീവ്. ദിസ് ഈസ് മോഹൻ. അവിടെ ദിസ് എന്ന് പറയുന്ന വേർഡ് ഒറ്റയ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സോ പ്രൊനൗൺ ആണ്. അടുത്ത് നോക്കി, ദീസ് ആർ മൈ ബുക്സ്. ദീസ് എന്ന് പറയുന്നത് അവിടെ ഒറ്റയ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതും പ്രൊനൗൺ തന്നെയാണ്. അതേസമയം വെൻ ഇറ്റ് ഈസ് ജോയിൻ വിത്ത് എ നൗൺ ദേ ഫങ്ഷൻ ആസ് അഡ്ജക്റ്റീവ്. ഇതൊരു നൗണിന്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അഡ്ജക്റ്റീവായിട്ട് മാറും. അടുത്ത സെന്റൻസ് നോക്കി, ദിസ് ബാഗ് ഈസ് ഹിസ്. അവിടെ ദിസ് എന്നുള്ള വാക്ക് ബാഗിനോടിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദിസ് എന്നുള്ളത് അഡ്ജക്റ്റീവായിട്ട് മാറി. അടുത്തത് ഈ ബാഗ്. ബാഗ് എന്നുള്ള വാക്കിന്റെ കൂട്ടത്തിൽ ഇത് അല്ലെങ്കിൽ ഇത് എന്നുള്ള ഈ എന്നുള്ള കൂടുതൽ സ്പെസിഫിക്കേഷൻ നമ്മൾ അവിടെ ആഡ് ചെയ്യുകയാണ്. അതോടുകൂടി അത് അഡ്ജക്റ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്. ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മാത്രമല്ല, ഇതൊന്നുകിൽ ഒരു സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ പകരം വെച്ച് ആണ് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം പകരം വെക്കുന്നത് കൊണ്ട് തന്നെ പ്രൊനൗൺ ആകുന്നുണ്ട്, അതേസമയം ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇൻട്രോഗേറ്റീവ് ആകുന്നു. അതുകൊണ്ട് തന്നെ പേര് അങ്ങനെ തന്നെയാണ്, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹു ഈസ് അറ്റ് ദ ഡോർ. അവിടെ ഹു എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് ആർക്ക് പകരമാണെന്നുള്ളതിന്റെ ആൻസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജോൺ ഈസ് അറ്റ് ദ ഡോർ. ജോൺ എന്ന് പറഞ്ഞ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വേർഡിന് പകരമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാക്കാണ് ഹു എന്നുള്ളത്. അപ്പം ഹു എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് യൂസ്ഡ് ഇൻസ്റ്റഡ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പകരത്തിന് ഉപയോഗിച്ച വാക്കായതുകൊണ്ട് പ്രൊനൗൺ ആണ്. അതോടൊപ്പം തന്നെ അതൊരു ചോദ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ. അല്ലെങ്കിൽ ഇവിടെ ഇതിനെ സബ്ജക്റ്റീവ് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. അടുത്ത സെന്റൻസ് നോക്കി, ഹും ഡിഡ് യു ടോക്ക് ടു. അവിടെ ഹും എന്നുള്ളത് ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ചോദ്യമാണ്. ഐ ടോക്ക് ടു രാജു. അവിടെ രാജു എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് തന്നെ അത് ഒബ്ജക്റ്റീവ് ഇൻട്രോഗേറ്റീവ് ആണ്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് 10 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ശേഷം അടുത്തയാൾ എന്നുള്ള രീതിയിൽ, പക്ഷേ ഒരു സമയത്ത് ഒരാൾ മാത്രം ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി ഒരാളെ പറ്റി മാത്രമായിട്ട് പറയുന്നത് ആയതുകൊണ്ട് ഇത് എപ്പോഴും സിംഗുലർ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത് സാധാരണയായിട്ട് പല സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ഒരു പർട്ടിക്കുലർ സാധനത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം ഒരു സമയത്ത് റെഫർ ചെയ്യാറുള്ളൂ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈച്ച് ലുക്സ് ഫണി. അവിടെ 10 പേര് കാണും, പക്ഷെ അതിനകത്ത് ഓരോരുത്തരെയും ആയിട്ടാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഫണ്ണി ആയിട്ട് തോന്നുന്നു, പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എന്നുള്ള പ്ലൂറൽ സെൻസിലല്ല പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരെയായി നോക്കുമ്പോൾ ഓരോരുത്തരും എന്താ പറയുന്നത്, ഫണ്ണി ആയിട്ട് തോന്നുന്നു എന്നുള്ള സെൻസാണ്. ഈച്ച് ഓഫ് ദം ഹാവ് ടു രജിസ്റ്റർ. എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യണം, പക്ഷേ ഓരോരുത്തരായി എല്ലാവർക്കും എന്നുള്ള സെൻസാണ്. അപ്പം ഓരോരുത്തർ എന്നുള്ള സെൻസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സിംഗുലർ ആയിട്ടാണ് ഇവയെല്ലാം എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. എയ്തർ ഓഫ് ദീസ് ചോക്ലേറ്റ്സ് ഈസ് ഹാൻഡ് മെയ്ഡ്. അവിടെ 2 എണ്ണം ഉണ്ട്. ഈ 2 എണ്ണവും ഏത് തന്നെയാണ്, ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് അതിൽ ഓരോന്നും ഹാൻഡ് മെയ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 1, 2 അല്ലെങ്കിൽ 2 കാറ്റഗറിയിലുള്ളത് 2 തരത്തിലുള്ള പല ചോക്ലേറ്റുകൾ കാണും. പക്ഷെ ഇതിനകത്ത് 2 എണ്ണവും അല്ലെങ്കിൽ 2 തരവും ഏത് തന്നെയാണ്, ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. അതിനകത്ത് ഓരോന്നിനെയായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നു. നെയ്തർ ഓഫ് ദോസ് ബോയ്സ് ഈസ് ഇൻവൈറ്റഡ്. അവിടെയുള്ള 2 കുട്ടികൾ അല്ലെങ്കിൽ 6 കുട്ടികൾക്കകത്ത് 3-3 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ 2 ഗ്രൂപ്പിലുള്ള ആരെയും ആകാം, അല്ലെങ്കിൽ 2 പേരാകാം. അപ്പം ഇതിനകത്ത് 2 എന്നുള്ളതാണ് ശരിക്കും നെയ്തഴോ അല്ലെങ്കിൽ എയ്തഴോ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന സാധാരണ കേസ്. 2 ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ബോത്താണ്. അപ്പോൾ എയ്തർ, നെയ്തർ ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് സെലക്ഷൻ പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് റിലേറ്റീവ് പ്രൊനൗൺ.
നമ്മൾ റിലേറ്റീവ് പ്രൊനൗണുകൾ എന്ന് പറയുന്നത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സാധാരണയായിട്ട് നമ്മൾ പറയുന്നുണ്ടേ ഇതിന് രണ്ട് ഡ്യൂട്ടിയാണ്, രണ്ട് ഫംഗ്ഷനാണ് ഒരേ സമയത്ത്. അതായത് ഒന്ന് പ്രധാനമായിട്ടും ഇത് ഒരു പ്രൊനൗണായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു സബ്ജക്റ്റിന് പകരം അല്ലെങ്കിൽ സാധാരണയായിട്ട് റിലേറ്റീവ് ക്ലോസുകൾ എന്ന് പറയുന്ന ഭാഗം അതിൻ്റെ സബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് ഐന ഹു ഈസ് ദ HOD ഓഫ് അവർ ഡിപ്പാർട്ട്മെന്റ്. ഒരു രണ്ട് സെൻറ്റൻസ് ഉണ്ട്. ദിസ് ഈസ് ഐന, ഷീ ഈസ് ദ HOD ഓഫ് അവർ ഡിപ്പാർട്ട്മെന്റ്. ഇത് രണ്ട് സെൻറ്റൻസുകളെയും കൂടെ യോജിപ്പിക്കാൻ ഹു എന്നുള്ള വേർഡാണ് നമ്മളവിടെ യൂസ് ചെയ്തത്. പകരം വേറൊരു കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ കൺജങ്ഷൻ്റെ ജോലി കൂടി ഈ പ്രൊനൗൺ ആണ് ചെയ്യുന്നത്. This is the bag that you were searching for. This is your bag, you were searching for it. ഈ രണ്ട് സെൻറ്റൻസുകളാണ് ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ വെച്ച് നമ്മൾ യോജിപ്പിച്ചത്. The coat which Shan bought yesterday is missing. Shan bought a coat yesterday, it is missing. ഈ രണ്ട് സെൻറ്റൻസുകളെ നമ്മൾ വിച്ച് ചേർത്ത് ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാനും യൂസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതിനെപ്പറ്റി സ്പെസിഫൈ ചെയ്ത് പറയാൻ അതിന് പകരമുള്ളൊരു വാക്കായിട്ട് അല്ലെങ്കിൽ പ്രൊനൗണായിട്ടും യൂസ് ചെയ്യുന്നു. അടുത്തത് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ കാറ്റഗറിക്കകത്ത് രണ്ടെണ്ണമേ ഉള്ളൂ, ഈച്ച് അതറും വൺ അനദറും. ഇത് രണ്ടോ അതിലധികമോ കേസ് വരുന്ന കേസുകൾക്കകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ പരസ്പരം എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന പ്രൊനൗണാണ്. ഇനി നമുക്കിതിന്റെ എക്സാമ്പിൾ നോക്കാം. രാഹുൽ ആൻഡ് വിനയ് ഹെൽപ്ഡ് ഈച്ച് അതർ. രണ്ടുപേരുടെയും കേസാണ്, പരസ്പരം സഹായിക്കാറുണ്ട് അല്ലെങ്കിൽ സഹായിച്ചിരുന്നു അല്ലെങ്കിൽ സഹായിച്ചു എന്നുള്ളതാണ്. ഓൾ ദ 20 പാർട്ടിസിപ്പൻസ് വേർ ബ്ലെയിമിങ് വൺ അനദർ. ഈ 20 പാർട്ടിസിപ്പൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ പേര് തന്നെയല്ല, 20ന്റെയും കാര്യം ഇത് തന്നെയാണ്. പക്ഷേ ഓരോരുത്തരും മറ്റൊരാളോട് എന്നുള്ള അർത്ഥത്തിലാണ് റെസിപ്രോക്കൽ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ്. സാധാരണയായിട്ട് എണ്ണം പറയാൻ പറ്റത്തില്ല, ആരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വരുന്ന പ്രൊനൗണുകളാണ് ഇൻഡെഫിനിറ്റ്. അതിന്റെ പേര് പോലും അങ്ങനെ തന്നെയാണ്, ഇൻഡെഫിനിറ്റ്, ഡെഫിനിറ്റ് അല്ല. നോബഡി കെയിം ഹിയർ. ഈ ആരാണ് നോബഡി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. സംബഡി ഓർ സംവൺ ഹാസ് ടു ഡു ഇറ്റ്. ആരെങ്കിലും ഒരാൾ അത് ചെയ്യണം. ഈ ആരാണ് ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ. എനിവൺ ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സെന്റൻസുകൾക്കകത്ത് ഈ എനിവണും സംവണ്ണും അല്ലെങ്കിൽ സംബഡി, നോബഡി എന്നൊക്കെ പറയുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളല്ല. അങ്ങനെയുള്ള കേസുകളെ നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗണുകൾ എന്നാണ് വിളിക്കുന്നത്. ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിഷ് യു എ ജൂബിലന്റ് ഡേ. പ്ലീസ് ഷെയർ, like and subscribe the channel. Thank you.